ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ്, ഒരു ബീഫ് ബിരിയാണി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കണം അതിലും ടേസ്റ്റിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഒരുപാട് വലിയ പീസല്ല കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഇത് 1.5 കിലോ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണിത്. ഞാൻ ഇവിടെ പച്ചമുളക് എടുത്തേക്കണ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ വേണ്ടുള്ളൊരു ഇത് ഒഴിവാക്കാം. ഇതിപ്പോൾ എരിവുള്ള മുളകായതുകൊണ്ടിട്ട് ഞാൻ 10 മുളകാണ് എടുത്തേക്കണത്. അതുപോലെ ഒരു ഉണ്ട വെളുത്തുള്ളിയാണിത്. ഇഞ്ചിയും ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം, അതൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഇവിടെ മല്ലിച്ചീരയും പുതിനയും, പിന്നെ നമുക്ക് ഇറച്ചിയിലിടാനായിട്ട് ഞാൻ ഇത്തിരി സവാള ഒന്ന് നല്ല ഇതുപോലെ ഒന്ന് നമ്മൾ കശുവണ്ടിയൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കി വെക്കൂല, അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്ത് മാറ്റിയതാണ്. പിന്നെ പൈനാപ്പിളും ക്യാരറ്റും അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള എടുത്തേക്കണം ഞാനിവിടെ ഒരു 8 സവാള എടുത്തേക്കണം. ഒരു വലിയ സവാള ഉണ്ടാ 8 എണ്ണമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാരങ്ങൻ്റെ നീരും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ബീഫ് വെക്കണത് ഒന്ന് വേവിക്കാൻ വെക്കണത് ഒരു അടി കട്ടിയുള്ള ഒരു ചരുവത്തിലാണ്. ഞാൻ കുക്കറിലിട്ട് വേവിക്കണില്ല. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു ബീഫാണ്. അപ്പം ഞാൻ ഈ അടി നല്ല കട്ടിയുള്ള ഇതായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെയല്ല ബീഫ് വേവിച്ചെടുക്കണത്. അപ്പം അടി കട്ടിയുള്ളത് എടുക്കണം. അപ്പം ഞാൻ അതിനകത്തേക്ക് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതൊരു 2 വലിയ തക്കാളിയാണ് അതിട്ട് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കേണ്ടത്. പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കേണ്ടത്. കുറച്ച് മല്ലിച്ചീരയും പുതിന ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണ്ടേ. അതുപോലെ തന്നെ നമുക്ക് പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഇതൊരു 2.5. ഇത് മെയിനായിട്ട് ഈ മസാലപ്പൊടിയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ബീഫും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ. അധികം ഇല്ല നെയ്യ്, നല്ല ആവശ്യത്തിന് നെയ്യൊക്കെ ഉള്ള ഒരു ബീഫാണ്. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു 10-15 മിനിറ്റ് കുറഞ്ഞത് നമ്മൾ എത്ര നേരം നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മസാലക്ക്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും നമുക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അത് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു 15 മിനിറ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണ്ടേ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ ബീഫ് വെന്ത് വരാനായിട്ട്. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് വരെ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ സവാള നമ്മൾ വറുത്ത് വെച്ചിരിക്കണ സവാളയില്ല അതൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് ഈ ചരുവത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് വരട്ടെ കേട്ടാ. നമുക്ക് ഇടക്കിടക്കൊന്ന് ഇളക്കി നോക്കണം. ഇത് പെട്ടെന്ന് വേഗണ ബീഫാണെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പൊ ഇടക്കിടക്കൊന്ന് ഇളക്കി നോക്കാം നമുക്ക് കേട്ടാ. നമ്മുടെ ബീഫെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ആ ചാറ് മാത്രം കുറച്ച് മാറ്റാട്ടാ. ബീഫൊക്കെ വെന്തിട്ടുണ്ട്.
ചാറ് മാത്രം നമുക്ക് അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. കുറച്ച് മതി, ഒരു കപ്പ് മതിയേ. നമ്മുടെ ബീഫൊക്കെ വെന്ത് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിക്കാനിടാം. ഞാൻ എടുത്തേക്കണ കൈമ അരിയാണ് കേട്ടോ. നല്ല മണമുള്ള അരിയാണിത്. ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല ബിരിയാണിൻ്റെ മണമുണ്ട്. അതിന് നല്ല ടേസ്റ്റുള്ള അരിയാണിത്. അപ്പം ഞാനിത് 1.5 കിലോ തന്നെ കേട്ടോ. നമ്മുടെ ബീഫ് 1.5 കിലോന് എടുത്തേക്കണത്, അരിയും 1.5 കിലോനാണ്. അപ്പം ഞാൻ ഇതൊന്ന് കഴുകി ഒന്ന് വെള്ളം ഒന്ന് വാറ്റാൻ വെക്കട്ടെ. വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് പോകണം. ഞാനിപ്പോൾ അരി വേവിക്കാനായിട്ട് ഒരു ചരുവത്തിൽ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 6 കപ്പ് വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 6 കപ്പാണ് വെള്ളം എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഒന്ന് ചതച്ചതുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുണ്ട്, അതിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് നമ്മുടെ നാരങ്ങ നീര്. ഇനി ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒന്ന് വെട്ടിത്തിളക്കട്ടെ കേട്ടാ. നമ്മുടെ വെള്ളമൊക്കെ തിളക്കണുണ്ട്. ഞാൻ ഇവിടെ വെള്ളം തിളച്ചതിലിട്ട് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരകം ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കണ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൈനാപ്പിളും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് നമ്മുടെ RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഫിൽ നിന്ന് എടുത്ത ആ കറിയുടെ വെന്തതിൻ്റെ ആ വെള്ളമാണത്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് നമ്മുടെ അരി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കി നമ്മുടെ റൈസ് എത്ര പാകത്തിലായി എന്നൊന്ന് നോക്കാം കേട്ടോ. എന്താ, ഒരു 2-3 മിനിറ്റ് കൂടി വേകാനുണ്ട്. നമുക്ക് പകുതി വേവായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഒന്ന് മൂടി വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ റൈസ് കറക്റ്റ് പകുതി വേവാണ്. നമ്മുടെ ബിരിയാണിക്ക് പകുതി വേവിലാണ് നമ്മൾ എപ്പോഴും ദമ്മിടണത്. അപ്പം നമുക്ക് ദമ്മിടാനായിട്ട് ഞാൻ ഇവിടെ വേറൊരു പോട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ബീഫിൻ്റെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് പകുതി വേവായ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതിന്ന് നമ്മൾക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയില, ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ ഞാൻ ഇവിടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ റൈസ് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കാം. നമുക്ക് ആ സെറ്റാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് അടിയിൽ ഒരു പഴയ പാൻ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതിന് മുകളിലാണ് നമ്മൾ ആ ബിരിയാണിൻ്റെ പോട്ട് എടുത്ത് വെക്കേണ്ടത്. നമ്മൾ നേരിട്ട് തീയിൽ വെക്കൂല, അതിൻ്റെ അടിയിൽ ഒരു പാൻ വെച്ചിട്ടാണ് അത് ചെയ്യണം. അപ്പം ആ നമ്മൾ സെറ്റ് ചെയ്തേക്കണ ചോറിന് മുകളിലോട്ട് 1-2 ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ തന്നെ 2-3 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനു മുകളിൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാളയും കശുവണ്ടിയും കിസ്മസൊക്കെ ഉണ്ടല്ലേ, അപ്പം അതിന് മുകളിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട്
ഒരു താല വെച്ചിട്ട് മൂടി നമ്മൾ ദമ്മ് ചെയ്യണതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ചെയ്യണത്, കട്ടിയുള്ള പാത്രം തന്നെയാണ്. കട്ടിയുള്ള നമ്മളെ ഇടികല്ലൊക്കെ ഇല്ലേ, അപ്പം അതിന് മുകളിൽ പുറത്തോട്ട് അതിൻ്റെ ഇതൊന്നും പോകാണ്ടിരിക്കാനായിട്ട് മുകളിൽ ആ കട്ടിയുള്ള അത് ഇടികല്ലാണ് എടുത്ത് വെച്ചേക്കണത് ഞാൻ. അപ്പം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കൊന്നും ആവി പോകാണ്ടിരിക്കാനായിട്ടാണ്, ചൂടൊന്നും പുറത്തോട്ട് പോകാണ്ടിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ കല്ലെടുത്ത് വെച്ചേക്കണത്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഈ ചെറിയ തീയിൽ നമ്മുടെ റൈസും ബിരിയാണി എല്ലാം നല്ലൊന്ന് പാകമായി വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നാൽ മതി. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴാണ് നമ്മളിത് തുറക്കുള്ളൂ കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമായപ്പോഴാണ് കേട്ടോ എല്ലാവരും വന്നിരുന്നപ്പോഴാണ് നമ്മുടെ ബിരിയാണി പോട്ട് തുറക്കണത് തന്നെ. അടിപൊളി മണമായിരുന്നു, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. ഇതിൻ്റെ കളറും സൂപ്പറാണ്. നമുക്ക് നമ്മുടെ റൈസ് വേറെ ആക്കണം, നമ്മുടെ മസാല വേറെ ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണിയായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് ബിരിയാണിക്ക് സൈഡായിട്ട് നമ്മുടെ ചമ്മന്തിയും സാലഡും അച്ചാറും പപ്പടവും പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൽ മാത്രമല്ല, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.